ഇസ്രായേൽ കപ്പലുകൾക്ക് ഇനി അങ്ങനെ ഇങ്ങനെ ഒന്നും ഹോർമൂസ് കടക്കാനാകില്ല. ഹോർമൂസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം, അതും വെറും നിയന്ത്രണമല്ല, നിയമനിർമ്മാണത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. 2023 കഴിഞ്ഞതിന് ശേഷം ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ വളരെ രൂക്ഷമാണ്. യുദ്ധത്തിന്റെ വക്കിലെത്തിയ ഈ പുതിയ സാഹചര്യം ലോകത്തെ ഒന്നടങ്കം സ്വാധീനിച്ചിട്ടുമുണ്ട്. മുൻപൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോക്സി വാറും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് നേരിട്ടാണ് ഓരോ ആക്രമണവും പ്രത്യാക്രമണങ്ങളും. ഖമനേയി വധിക്കപ്പെട്ടതോടെ ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചതും സംഘർഷം രൂക്ഷമാക്കുകയാണ്. ഒരു കാലത്ത് വളരെയധികം സൗഹൃദത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് പരസ്പരം തുടച്ചു നീക്കാൻ മത്സരിക്കുന്നത്. ഇതിനിടയിൽ വൻ ശക്തികൾ ആയുധം വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്നതും തള്ളിക്കളയാനാകാത്ത വസ്തുതയാണ്. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നു ഇറാൻ. ഇതിനായി ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കിയതായി സൂചന. പുതിയ നിയമം നടപ്പിലായാൽ ഇസ്രായേൽ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ അവരുടെ കപ്പലുകൾ കടത്തിവിടേണ്ട എന്നാണ് ഇറാന്റെ നിലപാടെന്നറിയുന്നു. സംഘർഷം ലഘൂകരിക്കാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു. ചർച്ചകൾ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. അതേസമയം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിശ്വസ്തനായ മധ്യസ്ഥനായി പാകിസ്ഥാൻ പ്രവർത്തിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് ഉറപ്പു നൽകുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയാണ് ഹോർമൂസ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴും ശക്തമാണ്. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് ഏപ്രിൽ 22-ന് അവസാനിക്കുകയാണ്. സംഘർഷം വീണ്ടും മൂർച്ഛിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനും ചരക്ക് ഗതാഗതം തടസ്സപ്പെടാനും കാരണമാകും. ഇത് ആഗോള വിപണികളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളിൽ US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. US ഒരു കരാറിൽ നിന്ന് വളരെ അകലെയല്ല എന്നാണ് റൈറ്റിന്റെ അഭിപ്രായം. പൊതുസ്ഥലത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾക്കിടയിലും ഇറാനികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. വ്യത്യസ്ത രീതികളിൽ സമ്മർദ്ദം ചെലുത്തുന്ന സൃഷ്ടിപരമായ ചർച്ചക്കാരൻ എന്നാണ് US പ്രസിഡന്റ് ട്രംപിനെ വിശേഷിപ്പിച്ചത്. സംഘർഷത്തിന് നല്ലൊരു അന്ത്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും റൈറ്റ് പറയുന്നു. ഇറാൻ ഇസ്രായേൽ സൗഹൃദ ബന്ധത്തിന്റെ അന്ത്യം കുറിച്ചത് 1979 ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നാണ്. രാജഭരണം തൂത്തെറിഞ്ഞു. ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. വിപ്ലവാനന്തര ഇറാൻ തങ്ങളുടെ വിദേശ നയം പൂർണ്ണമായും മാറ്റിയെടുത്തു. ഇസ്രായേലിനെ അവർ ഒരു രാജ്യമായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. ഇസ്രായേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളായിരുന്നു ഖമേനി. ഇസ്രായേലുമായി എല്ലാ തരത്തിലുമുള്ള ബന്ധം അവസാനിപ്പിച്ച അദ്ദേഹം ഇസ്രായേലിനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് കൂടി പ്രഖ്യാപിച്ചു. നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടുന്നതിലേക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്കും വരെ എത്തി കാര്യങ്ങൾ. ഇറാന്റെ ഈ ശത്രുതാ നിലപാട് 1948 സ്ഥാപിതമായത് മുതൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ജനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ 1980-88 വരെ നടന്ന ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിന്റെ സഹായമാണ് തേടിയത്. വിരോധങ്ങൾക്കിടയിലും പരിമിതവും രഹസ്യ സ്വഭാവമുള്ള ആയുധ ഇന്റലിജൻസ് സഹകരണം ചില ഘട്ടങ്ങളിൽ തുടർന്നു പോന്നു. ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച ലബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ തീവ്ര വിഭാഗങ്ങൾക്ക് ഇറാൻ സഹായം എത്തിച്ചു നൽകിയത് രണ്ട് രാജ്യങ്ങളിലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ഘടകങ്ങളാണ്. ഗാസ അതിർത്തിയിലും സിറിയയിലെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ തുടർച്ചയായി. സിറിയയിലും തീവ്ര വിഭാഗങ്ങൾക്ക് സഹായം എത്തിച്ചു നൽകുന്നതിൽ ഇറാന് പങ്കുണ്ടായിരുന്നു. ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്നും അതിന്റെ രക്ഷാധികാരിയായ അമേരിക്ക വലിയ സാത്താൻ എന്നും ഇറാൻ ഭരണകൂടം മുദ്രകുത്തി. പലസ്തീൻ വിമോചനം ധാർമ്മിക ഉത്തരവാദിത്തമായി ഇറാൻ പ്രഖ്യാപിച്ചതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പരസ്യമായി. എന്തായാലും ഇപ്പോഴും ഇവർ തമ്മിലുള്ള ശത്രുത വളരെ ശക്തമായി കടുക്കുകയാണ്. ഇനി എന്തെങ്കിലും ആ ഒരു പഴയ രണ്ട് രാജ്യങ്ങൾ ഇറാനും ഇസ്രായേലും ആ പഴയ ഒരു സൗഹാർദ്ദ ഭാവത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ഇനി ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം അത്രമാത്രം അകന്നു പോയിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.